പശ്ചിമേഷ്യൻ യുദ്ധഭീതിക്കിടയിൽ പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ട്രംപിനെതിരെ അഭിപ്രായ സർവേയുമായാണ് പുതിയ റിപ്പോർട്ട്. ഇറാനെതിരെ യുദ്ധം നടത്താനുള്ള തീരുമാനം വലിയ തെറ്റായിരുന്നുവെന്നും അബദ്ധമായി പോയെന്നും അമേരിക്കയിൽ നടന്ന അഭിപ്രായ സർവേ റിപ്പോർട്ടുകൾ പറയുന്നു. യുദ്ധം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയും ലോക സമ്പദ് വ്യവസ്ഥയും താറുമാറാക്കിയെന്നും ഇന്ധനവിലയിൽ കുതിച്ചുചാട്ടമുണ്ടായതോടെ ദൈനംദിന ജീവിതം പ്രതിസന്ധിയിലായെന്നും ജനങ്ങൾ വെളിപ്പെടുത്തിയതായി വാഷിംഗ്ടൺ പോസ്റ്റ്, ABC, ഇപ്സോസ് പോൾ പറയുന്നു. 61% ജനങ്ങളാണ് ഇറാനെതിരായ സൈനിക നടപടി അനാവശ്യമായിരുന്നുവെന്നും നാശമാണ് സൃഷ്ടിച്ചത് എന്നും അഭിപ്രായപ്പെട്ടത്. എന്നാൽ ഭ്രാന്തന്മാർ ആണവായുധം സ്വന്തമാക്കുന്നത് തടയാനാണ് താൻ യുദ്ധം നടത്തിയത് എന്നാണ് ട്രംപിന്റെ വിശദീകരണം. കൂടാതെ ഇറാന്റെ പരമോന്നത നേതാക്കൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണമുണ്ടായാൽ ഭരണാധികാരികളെ വധിക്കുമെന്നാണ് ഇറാൻ പാർലമെന്റ് അംഗം ഭീഷണി മുഴക്കിയത്. തങ്ങളുടെ നേതാക്കൾക്ക് നേരെ കൈയോങ്ങിയാൽ ഗൾഫ് മേഖലയിലെ കൊട്ടാരങ്ങൾ തകർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാൻ MP ആയ അഹമ്മദ് ബെഷായി അൽ ദസ്താനിയാണ് ഈ പ്രകോപനപരമായ പ്രസ്താവന നടത്തിയത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ സൈനിക നടപടിക്ക് ഒരുങ്ങുന്നതിനിടെയാണ് ഇത്തരമൊരു ഭീഷണി വരുന്നത്. ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് സഹായം നൽകിയാൽ അതിന്റെ പ്രത്യാഘാതം വലുതായിരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമേനിയെ ലക്ഷ്യമിടാൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഈ നീക്കം. അമേരിക്കയുടെ സൈനിക നീക്കങ്ങൾക്ക് താവളമൊരുക്കുന്ന രാജ്യങ്ങൾ ഇറാന്റെ ശത്രുക്കളായി കണക്കാക്കപ്പെടുമെന്ന് ഇറാൻ ഭരണകൂടം വ്യക്തമാക്കി. മേഖലയിലെ സമാധാന അന്തരീക്ഷം ഇതോടെ കൂടുതൽ വഷളായിരിക്കുന്നതിന് തൊട്ടു പിന്നാലെ ഇറാനെതിരായ സൈനിക നടപടി അവസാനിപ്പിച്ചുവെന്ന് US കോൺഗ്രസ് അംഗങ്ങൾക്ക് ട്രംപ് കത്തയച്ചു. അതിനിടയിൽ ലോകത്തെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ USS ജെറാൾഡ് ആർ ഫോർഡ് പശ്ചിമേഷ്യ വിടുകയാണ്. US യൂറോപ്യൻ കമാൻഡ് ഏരിയയിലാണ് നിലവിൽ കപ്പലുള്ളത്. കപ്പലിന്റെ ലോണ്ടറി റൂമിൽ മാർച്ച് 12-നുണ്ടായ തീപിടുത്തത്തിൽ 2 നാവികർക്ക് പരിക്കേറ്റിരുന്നു. 100ഓളം ബെഡുകളും കത്തിനശിച്ചു. ദീർഘകാലം കടലിൽ കിടക്കാൻ പാകത്തിൽ സജ്ജീകരിച്ചിരിക്കുന്ന കപ്പലിലെ ശുചിമുറികൾ തകരാറിലായതും സൈനികർ ശുചിമുറികൾക്ക് മുന്നിൽ മണിക്കൂറുകൾ ക്യൂ നിൽക്കുന്നതും വാർത്തയായിരുന്നു. വിമാനവാഹിനി കപ്പലുകളിൽ മതിയായ ഭക്ഷണം പോലും ലഭിക്കുന്നില്ലെന്നും ദുരിത ജീവിതമാണെന്നും സൈനികർ കുടുംബാംഗങ്ങൾക്ക് അയച്ച കത്തിൽ പറഞ്ഞിരുന്നു. USS എബ്രഹാം ലിങ്കണും USS ജെറാൾഡ് HW ബുഷും ഇനിയും പശ്ചിമേഷ്യയിലുണ്ട്. യുദ്ധത്തിൽ കനത്ത സാമ്പത്തിക നഷ്ടമാണ് അമേരിക്കയ്ക്ക് സംഭവിച്ചത് എന്നും യുദ്ധം ആരംഭിച്ച ട്രംപ് അത് അവസാനിപ്പിക്കാൻ മാർഗമില്ലാതെ കുഴങ്ങുകയാണെന്നും വിമർശനം ഉയർന്നിരുന്നു. $5 ബില്യൺ നഷ്ടമാണ് സൈനികമായി മാത്രം അമേരിക്കയ്ക്കുണ്ടായത് എന്നാണ് വിലയിരുത്തൽ. ട്രംപിനെതിരെയും വലിയ ജനവികാരമാണ് അമേരിക്കയിൽ ഉയരുന്നത്. ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ സാമ്പത്തിക സ്ഥിതി മോശമായെന്നും സഖ്യകക്ഷികളുമായുള്ള ബന്ധം തകർത്തുവെന്നും ഇസ്രയേലിനെ അമിതമായി പിന്തുണയ്ക്കുന്നുവെന്നും അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. ജനവികാരം എതിരായതോടെയും കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ 60 ദിവസത്തിന് മേൽ പ്രസിഡന്റിന് സൈനിക നടപടികൾ തുടരാൻ കഴിയില്ല എന്ന സാഹചര്യത്തിലാണ് പശ്ചിമേഷ്യയിൽ നിന്ന് പിന്മാറാനുള്ള നടപടികൾ ട്രംപ് സർക്കാർ വേഗത്തിലാക്കുന്നത്. അമേരിക്ക മുൻകൈയെടുക്കുന്ന സമാധാന കരാർ ഇറാൻ വഴങ്ങാത്തതാണ് ട്രംപിന് മുന്നിലെ പുതിയ തലവേദന. യുദ്ധം ആരംഭിച്ചത് തങ്ങളല്ലെന്നും ഭാവിയിൽ യുദ്ധമുണ്ടാകില്ലെന്ന് ഉറപ്പുവേണമെന്നും സാമ്പത്തിക ഉപരോധങ്ങളെല്ലാം അമേരിക്ക നീക്കുകയും ചെയ്താൽ മാത്രമേ കരാറിനെക്കുറിച്ച് ആലോചിക്കാമെന്നാണ് ഇറാന്റെ നിലപാട്. നയതന്ത്ര ചർച്ചകൾക്ക് ഇറാൻ വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്നും US ഭീഷണി മുഴക്കൽ അവസാനിപ്പിക്കണമെന്നും വ്യക്തമാക്കി വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷിയും രംഗത്തെത്തി. തുർക്കി, ഖത്തർ, സൗദി അറേബ്യ, ഈജിപ്ത്, ഇറാഖ്, അസർബൈജാൻ ഭരണ നേതൃത്വവുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിനിടെയാണ് അരാക്ഷി ഇക്കാര്യം വ്യക്തമാക്കിയത്. US പ്രകോപനം അവസാനിപ്പിക്കണം, പ്രതിരോധിക്കാൻ ഇറാന്റെ സായുധ സേന പൂർണ്ണ സജ്ജമാണെന്നും അരാക്ഷി കൂട്ടിച്ചേർത്തു. ഇറാന് ഹോർമുസ് കടക്കാൻ ടോൾ നൽകുന്ന ഷിപ്പിംഗ് കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തുമെന്ന് US ട്രഷറി മുന്നറിയിപ്പ് നൽകി. ചാരിറ്റിയുടെ മറവിൽ സംഭാവനയായി ടോൾ തുക കൊടുക്കരുതേ എന്നാണ് US ട്രഷറി വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇറാനെതിരെ ആക്രമണം നടത്തുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ മേഖലയിൽ US നാവികസേനയും തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണത്തിന് പിന്നാലെ ഹോർമുസ് സംഘർഷം അവസാനിപ്പിക്കാൻ പുതിയ നിർദ്ദേശമാണ് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിനിടെ ഇറ്റലിയിൽ നിന്നും സ്പെയിനിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കുമെന്ന ഭീഷണിയുമായി ട്രംപ് രംഗത്തെത്തി. നേരത്തെ ജർമ്മനിയിൽ വിന്യസിച്ച US സൈനികരുടെ എണ്ണം കുറയ്ക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.